അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര അല്ലേ. മൂസാ നബി ഇപ്പോഴുള്ളത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? തൂർ താഴ്വരയിൽ വെച്ച് മൂസാ അലൈഹിസ്സലാമിന് ഒരു ശബ്ദം, ഒരു അശരീരി കേൾക്കാനിടയായി അല്ലേ. ഇന്നി അന റബ്ബുക്, ഏ മൂസ ഞാനാണ് നിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് സംസാരിക്കുകയായിരുന്നു അത്. മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മൂസാ നബിയോട് പറയുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ മൂസാ അലൈഹിസ്സലാമിൻ്റെ പ്രൊഫറ്റ്ഹുഡിനെ കുറിച്ച് അറിയിച്ച ശേഷം പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്നത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. صدق الله العلي العظيم. ഇന്നനി അനല്ലാഹു, ഞാനാകുന്നു അല്ലാഹു. ഇന്നനി തീർച്ചയായും ഞാൻ, അനല്ലാഹ് ഞാൻ തന്നെയാകുന്നു അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അന, there is no God beside me, ഞാനല്ലാതെ മറ്റൊരു ഇലാഹേ ഇല്ല. ഫഅ്ബുദ്നി, അതുകൊണ്ട് നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക. ഫഅ്ബുദ്, നീ ഇബാദത്ത് ചെയ്യുക, നീ എന്നെ. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. എസ്റ്റാബ്ലിഷ് പ്രേയേഴ്സ് ടു റിമെമ്പർ മീ. ഈ പറഞ്ഞത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റിസാലത്ത് എന്ന് പറയുന്നത്. This is the summary of the message of Musa alayhi salam, and it is the summary of the message of every prophet. എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് തൗഹീദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അള്ളാഹു മാത്രമാണ് ദൈവം, ഗോഡ്, ലോർഡ് എല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹു മാത്രമാണ് ദൈവം എങ്കിൽ ഫഅ്ബുദ്നി, എങ്കിൽ എനിക്ക് ഇബാദത്ത് ചെയ്യുക. പ്രവാചകന്മാരെയോ ആളുകളെയോ മലക്കുകളെയോ വസ്തുക്കളെയോ അങ്ങനെ ഒന്നിനെയും ആരാധിക്കരുത്, എന്നെ മാത്രം ആരാധിക്കുക. കാരണം എന്താണ്? വൈ ഈസ് ഇറ്റ് സോ? ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ ദർ ഈസ് നോ ഗോഡ് ബട്ട് അള്ളാഹ്. ആരെയാണോ നമ്മൾ ദൈവമായി വിശ്വസിക്കുന്നത് അവരെയാണല്ലോ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് അല്ലേ. അള്ളാഹു ആണ് ദ വൺ ആൻഡ് ഓൺലി ഗോഡ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇബാദത്ത് എന്ത് ചെയ്യണം? അവന് മാത്രമാക്കണം. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന സെൻറ്റൻസിൻ്റെ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെസസറി ആയിട്ടുള്ളൊരു മീനിങ് ആണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി വേറെ ആരും തന്നെ ഇല്ല എന്നത് അല്ലേ. ഇനി ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ അല്ലേ തൗഹീദ് പറഞ്ഞു, അപ്പം അതുകൊണ്ട് ഫഅ്ബുദ്നി, എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞു. സോ എമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് വേർഷിപ്പ്, ഇബാദത്ത്, അതെന്താണ്? അത് പ്രേയറാണ്, നമസ്കാരമാണ്, സലാത്ത് അല്ലേ. നമസ്കാരം എന്നത് ആരാധനകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും അവൻ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിലും നമസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അതേ രീതിയിലുള്ളത് തന്നെ ആവണമെന്നില്ല അല്ലേ. അതിൻ്റെ രൂപത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമസ്കരിക്കുന്നത്? അത് അല്ലാഹു ഈ ആയത്തുകളിലൂടെ തന്നെ പറയുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്, വഅഖിമിസ് സ്വലാത ലിദിക്രി, യു എസ്റ്റാബ്ലിഷ് പ്രേയർ ഫോർ മൈ റിമെംബറൻസ്. സോ ടു റിമെമ്പർ അല്ലാഹ് യു നീഡ് ടു പ്രേ, ആൻഡ് ദർ ഷുഡ് ബി our ruh and khushu in our prayers to get reminded about Allah subhanahu wa ta'ala and the world hereafter. പലപ്പോഴും നമ്മൾ അള്ളാഹുമായിട്ട് അകന്ന് ജീവിക്കാറുണ്ടല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ ട്രാക്കിൽ നിന്ന് തെറ്റിപ്പോവാറുണ്ട്. സോ ആ സമയങ്ങളിൽ അവിടെ നിന്നൊന്ന് കരകയറണമെങ്കിൽ നമസ്കാരത്തിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമസ്കാരത്തിന് അത്ര തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തൗഹീദ് പറഞ്ഞു, അതിനുശേഷം തൗഹീദ് ഉണ്ടെങ്കിൽ, അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇബാദത്ത് വേണമെന്ന് പറഞ്ഞു. ആ ഇബാദത്തിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ തൗഹീദ്, ഇബാദത്ത്, നമസ്കാരം എന്നീ വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ഈ ആയത്തിലൂടെ അറിയിക്കുകയായിരുന്നു.
Then Allah subhanahu wa ta'ala informed Musa alayhi salam about another reality of faith. അതെന്താണെന്ന് ചോദിച്ചാൽ the hereafter and the nearness of qiyamah. അള്ളാഹു പറയുന്നു ഇന്ന സാഅത ആതിയത്തുൻ, ഇന്ന സാഅ, the hour of resurrection, ഉയർത്തെഴുന്നേൽപ്പ് വേള, ആതിയത്തുൻ, തീർച്ചയായും അത് വന്നെത്തുന്നതാകുന്നു. ഇപ്പൊ തൗഹീദ് കഴിഞ്ഞാൽ പ്രവാചകന്മാർക്കെല്ലാം വഹി ഇറങ്ങിയിട്ടുള്ളതും പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് ആഖിറത്ത് എന്ന് പറയുന്നത്, പരലോകം, അല്ലെ, ദ വേൾഡ് ഹിയർ ആഫ്റ്റർ. ഇവിടെ ആഖിറത്തിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല, എന്തിനാണ് ആ യൗമുദ്ദീൻ, പ്രതിഫല ദിവസം വരുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അകാദു ഉഖ്ഫീഹ, അകാദു, ബട്ട് ഐ വുഡ് ലൈക്ക് ടു കീപ് ഇറ്റ് ഉഖ്ഫീഹ, ഇറ്റ്സ് ടൈം ഓഫ് കമ്മിങ് ഹിഡൻ. അതിനെ മറച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അതിനെ മറച്ചു വെക്കുകയാണ്. അപ്പൊ എന്ത്, ദ ടൈം ഓഫ് കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് റിസറക്ഷൻ. അതെന്തിനാണെന്നറിയുമോ? തുജുസ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, തുജുസ, അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ. ആർക്ക്? കുല്ലു നഫ്സിൻ, ഓരോ ആത്മാവിനും പ്രതിഫലം ലഭിക്കാൻ. ബിമാ തസ്അ, അതിൻ്റെ പ്രയത്നമർഹിക്കുന്ന രൂപത്തിൽ, ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് എഫേർട്ട്, ആ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് മറച്ചു വെക്കുന്നത് എന്ന് കൂടെ അള്ളാഹു പറയുന്നു. അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നൽകാനായിട്ടാണ് ആ പ്രതീക്ഷിക്കപ്പെടുന്ന സമയം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ അന്ത്യദിനം വരുന്നത്. നോക്കൂ, ഇന്ന സാഅത ആതിയത്തുൻ എന്ന് പറയുന്നതോടെ ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പരലോകം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ്, അതൊരു റിയാലിറ്റിയാണ് എന്ന് അള്ളാഹു ഉറപ്പിക്കുകയാണ്. ഞാനത് രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് അന്ത്യദിനത്തെക്കുറിച്ചുള്ള, ആ സമയത്തിനെക്കുറിച്ചുള്ള, അല്ലെ, ഖിയാമത്തിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ്, അത് മറ്റാർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, അന്ത്യദിനത്തിൽ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഈ ലോകം അവസാനിക്കും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞൊരു ലോകം കൂടെ വരാനുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തു വെച്ചതിനുള്ള പ്രതിഫലവും ശിക്ഷയും ഒക്കെ ആ പരലോകത്തിൽ വെച്ച് ലഭിക്കുമെന്നും ഒരു വിചാരമുണ്ടെങ്കിൽ, ആ വിശ്വാസം അവരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലേ? അതിൽ നിന്ന് അവരെ തടയില്ലേ? അല്ലേ? സ്ട്രെയിറ്റ് പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ വിശ്വാസം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ? ആ വിശ്വാസം ഇല്ലാത്ത ഒരാളെ ശരിക്കും ആർക്കാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? സ്വന്തം തന്നെയായിരിക്കും അയാൾക്ക് ഏറ്റവും വലുത്. സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, അതായിരിക്കും ഏറ്റവും വലുത്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നുണ്ട്, ഫലാ യസുദ്ദന്നക അൻഹ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദ. ഫലാ യസുദ്ദന്നക അൻഹ, ഫലാ യസുദ്ദന്നക എന്ന് പറഞ്ഞാൽ നിന്നെ തടയാതിരിക്കട്ടെ, അൻഹ, അതിൽ നിന്ന് എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് വേളയെക്കുറിച്ചിട്ടുള്ള വിചാരത്തിൽ നിന്ന്. അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ. ആരാണ് തടയുക? മൻ ലാ യുഅ്മിനു ബിഹാ, who does not believe in it, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ. വത്തബഅ ഹവാഹു, അതുപോലെ തന്നെ വത്തബഅ, those who follows, ഹവാഹു എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ, നമ്മളെ തന്നെ. സോ ദേഹേച്ഛയുടെ ദാസന്മാരായി തീരുന്ന ആളുകളും നിന്നെ തടയാതിരിക്കട്ടെ. ഫതർദ, അല്ലാത്ത പക്ഷം, അഥവാ നിന്നെ തടയുകയും നീ അത് ഫോളോ ചെയ്ത് ജീവിക്കുകയുമാണെങ്കിൽ നീ നാശത്തിൽ പതിച്ചു പോകും. വിശ്വസിക്കാതെ ദേഹേച്ഛയുടെ ദാസന്മാരായി തീരുന്ന ആളുകൾ ആ ഉയർത്തെഴുന്നേൽപ്പ് വേളയെ സംബന്ധിച്ച വിചാരത്തിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ എന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തടയുകയും ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുകയും ചെയ്താൽ നമ്മൾ നാശത്തിൽ പതിച്ചു പോകുമെന്ന്. സത്യവിശ്വാസികൾ ശരിക്ക് എത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല പ്രലോഭനങ്ങൾ വരും, നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പല രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ വരും. അപ്പോൾ അതിലൊന്നും പതറാതെ അടിയുറച്ച് നിൽക്കണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ നേച്ചർ ഓഫ് എ ഡിസ്ബിലീവർ എന്ന് പറയുന്നത് ദ വൺ ഹു ഫോളോസ് ദെയർ ഓൺ ഡിസയേഴ്സ് ആണ് എന്ന് കൂടെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, അല്ലേ? വത്തബഅ ഹവാഹു, സ്വന്തം ഇച്ഛയെ, സ്വന്തം ഡിസയേഴ്സിനെ ഫോളോ ചെയ്യുക. യുനോ, ഗൈഡൻസ്, അതുപോലെ പേഴ്സണൽ ഡിസയേഴ്സ്, തന്നിഷ്ടവും അതുപോലെ നേർവഴിയും, ഇത് രണ്ടും ഒരിക്കലും ഒത്തുപോവില്ല, അല്ലേ? ഇനിയിപ്പോൾ ഒരാൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ മാത്രം ഫോളോ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സത്യം, സന്മാർഗം ഇതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല.
ഇതാണ് മൂസ അലൈഹിസ്സലാമിനോടുള്ള സംസാരത്തിൽ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം നമസ്കാരത്തെക്കുറിച്ച്, പിന്നീട് ആഖിറത്തിനെ കുറിച്ച്, നമ്മളുടെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇതൊക്കെയും നമുക്ക് കൂടെയുള്ള റിമൈൻഡേഴ്സ് കൂടിയാണ്. ഇനിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹീസ് ഗോണ ഗ്രാൻഡ് മൂസ അലൈഹിസ്സലാം വിത്ത് ദ സ്പെഷ്യൽ മിറാക്കിൾസ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ കേൾക്കാം. അതുവരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.